ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇന്ന് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്മെല്ലും ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ആണ്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. If you are watching our video for the first time, please subscribe, like, share and comment. നമ്മൾ ഈ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാത്ത പാല് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. പാല് വെക്കുന്ന റാക്കിൽ വെക്കണം, അപ്പോൾ നല്ല തണുപ്പ് കിട്ടും. ഇത് വൈകുന്നേരം ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. ഇതുപോലെ മേലെ ഭാഗം ക്രീം ഊറി നിൽക്കും. ഈ ഒരു ക്രീം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തീരെ ചെറിയ ജാർ എടുക്കണ്ട, കുറച്ച് വലിയ ജാർ എടുക്കുക. അല്ലെങ്കിൽ ഇത് അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകും. അതുപോലെ നമ്മൾ ഈ ക്രീം കോരിയെടുക്കുമ്പോൾ പതുക്കെ കോരിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ക്രീം പാലിലേക്ക് അങ്ങ് മിക്സായി പോവും. ഇത് 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാലിൽ നിന്ന് ദിവസം ഇതുപോലെ ക്രീം എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു മാസമായാൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കുമ്പോൾ ഒരു 750 ഗ്രാം വരെ നെയ്യ് കിട്ടും. ഇനി നമുക്കിത് അടിച്ചെടുക്കുമ്പോൾ ഈ ശബ്ദം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ക്രീമായിട്ട് വരുന്നത് മനസ്സിലാവും. അപ്പോൾ ശബ്ദം മാറി വന്ന കണ്ടില്ലേ, അപ്പോൾ ഇത് ക്രീമായിട്ടുണ്ട്. ശബ്ദം കുറഞ്ഞ് വരും, അടിയാത്ത പോലെ ഉണ്ടാവും. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അടിക്കുന്ന ഈ ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇത് പിരിഞ്ഞ് വന്നിട്ടുണ്ട്, ബട്ടർ ആകാൻ പോകുന്നുണ്ട്. ഇനി കുറച്ച് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് സ്പീഡ് കൂടും. അപ്പോൾ ഒരു 10 സെക്കൻഡ് അടിച്ചാൽ മതി. അപ്പോൾ ഇതാ സ്പീഡ് കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 സെക്കൻഡ്, ഒരു 10 എണ്ണുന്നത് വരെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ അടിച്ചാൽ മതി. ഇതിപ്പോൾ ബട്ടറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. നല്ല തണുത്ത പാലൊഴിക്കുമ്പോൾ ഈ ബട്ടർ ഒന്നും കൂടി കട്ടിയായിട്ട് വരും. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ നിന്ന് നമുക്ക് ബട്ടർ കോരിയെടുത്തിട്ട് 2 വെള്ളത്തിൽ കഴുകിയെടുക്കണം. നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ പാലിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഞാൻ മുമ്പൊക്കെ കാച്ചിയ പാലിൽ നിന്ന് പാടെടുത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര ഒരു മെനക്കേടാണ്. പിന്നെ ഐസ് കട്ട ഇട്ടിട്ട് അടിക്കണം. പാല് കുറേ വേസ്റ്റ് ആവുന്നതുകൊണ്ട് ഇത് പാലൊന്നും വേസ്റ്റ് ആകുന്നില്ല. നമുക്ക് നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പണിയും ഇല്ല കേട്ടോ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ രാവിലെ ഈ ബട്ടർ എടുത്ത് വെക്കുന്ന സമയത്തുള്ള ചെറിയൊരു പണിയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ വലിയൊരു പണിയായിട്ടൊന്നും തോന്നാറില്ല. പിന്നെ നമുക്ക് നെയ്യ് കിട്ടുന്നത് കൊണ്ട് മടിയൊന്നും ഉണ്ടാവില്ല, ആവേശമാണ് ഉണ്ടാവുക. നമ്മൾ ഉണ്ടാക്കിയ നെയ്യ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇത് ഈ ബട്ടർ ഞാൻ 2 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ചതാണ്, പിന്നെ ഇതുപോലെ എടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിതിൽ വെച്ചിട്ട് ഇത് ഫ്രീസറിൽ തന്നെ വെക്കാം. ഇനി നമുക്ക് ഈ പാല് തിളപ്പിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്ത ജാറിലുള്ള പാലും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് അരിച്ചതിന് ശേഷമാണ് ഞാൻ കാച്ചുന്നത്. ഇത് വീട്ടിൽ നിന്ന് വാങ്ങിച്ച പാലാണ് കേട്ടോ, പിന്നെ പാക്കറ്റ് പാലല്ല. പാക്കറ്റ് പാലിൽ നമുക്ക് ഇതുപോലെ നെയ്യൊന്നും കിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച പാലിൽ നിന്ന് നമുക്ക് ഇതുപോലെ നെയ്യെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പാലിൽ നിന്ന് നെയ്യെടുത്തത് കൊണ്ട് വെള്ളം പോലെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ചായ ഉണ്ടാക്കിയാൽ നല്ല ചായ തന്നെയാണ് ഉണ്ടാകുക. പിന്നെ നമ്മൾ പാലടിച്ചെടുത്ത ജാറിലും ബട്ടർ കഴുകിയെടുത്ത പാത്രത്തിലും അരിപ്പയിലൊക്കെ കുറച്ച് നെയ്യ് ഉണ്ടാകും. അത് നമുക്ക് പിന്നെ മുട്ട പുഴുങ്ങിയ വെള്ളം എന്തെങ്കിലും ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ 1 മാസം എടുത്ത് വെച്ച ബട്ടറാണ്. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. ഇത് നല്ല ഐസായിട്ടാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് പുറത്തെടുത്ത് വെക്കണം. ഇത് ഇപ്പോൾ ഒരു 3 മണിക്കൂർ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലുള്ള ഐസെല്ലാം പോയിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഈ പാത്രം ഞാൻ കഴുകി തുടച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
കുറച്ച് നെയ്യേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിലും പിന്നെ വലിയൊരു പാത്രം തന്നെ എടുക്കണം കേട്ടോ. കാരണം പിന്നെ ഇത് മെൽറ്റായി തുടങ്ങിയ ഉടനെ തന്നെ നല്ലോണം പതഞ്ഞ് വരും. പതഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ പാത്രമാണെങ്കിൽ നെയ്യെല്ലാം പുറത്തേക്ക് പോകും. ഇതെല്ലാം ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പതഞ്ഞ് വരും. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉള്ളത്. കൈവിടാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ രീതിക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് പിന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. വേഗം തന്നെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ അധികം വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പതഞ്ഞ് പൊങ്ങിയതെല്ലാം പോയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഈ സമയത്താണ് വല്ലാതെ അടി പിടിക്കുന്നത്. അടിഭാഗം നല്ലോണം ഇളക്കി കൊടുക്കണം. നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാകാൻ പറ്റുക പിന്നെ ഈ വൈറ്റ് കളറിലുള്ള പാടയെല്ലാം നല്ല ഡാർക്ക് റെഡ് കളറിലേക്ക് വരണം. ബ്രൗൺ കളർ ആകുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ചൂടിൽ കിടന്നിട്ട് കുറച്ചും കൂടി റെഡിയാകും. ബ്രൗൺ കളറിലേക്ക് വരും. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ നമ്മളെ നെയ്യിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അരിപ്പയിൽ വെള്ളങ്ങാനുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് കേടായി പോകും. അതുപോലെ നമ്മൾ ഈ അരിച്ചിട്ടെടുക്കുന്ന പാത്രത്തിലും വെള്ളം ഉണ്ടാവരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കുക. ആദ്യം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ നെയ്യ് നല്ല ചൂടാണ്. നമുക്കിനി ഈ തുണി ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇതിലുള്ള നെയ്യ് മുഴുവനും ഇറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നെയ്യ് മുഴുവനും ഇറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്കാണ് വെച്ചത്. നല്ലോണം ചൂടാറിയതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലിലേക്ക് മാറ്റുക. പൊളിയുന്ന കുപ്പിയിൽ ഒഴിക്കാത്തതാണ് നല്ലത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പായാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് 1-2 ദിവസം കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും. പിന്നെ നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ റെഡിയാകും കേട്ടോ. നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ യൂസ് ആക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ തരിയായിട്ട് കിട്ടണമെങ്കിൽ 1-2 ദിവസം അങ്ങനെ വെക്കണം. ഇതിൽ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. മാഷാ അല്ലാ, നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഈ നെയ്യ് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി, കേടാവൊന്നുമില്ല. നമ്മളിത് എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണൊന്നും ഇട്ടിട്ട് എടുക്കരുത്. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിത് ഇതിനു മുമ്പേ ഉണ്ടാക്കിയ നെയ്യാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിനടുത്തുള്ള ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.